അഴിമതിക്കും കൊടുകാര്യസ്ഥതയ്ക്കുമെതിരെ നേപ്പാളിൽ അരങ്ങേറിയ ജെൻസി പ്രക്ഷോഭം രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ അധ്യായം കുറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെ തെരുവുകളിൽ കണ്ടത് യുവജനങ്ങളുടെ അഭൂതപൂർവമായ ശക്തിയാണ്. ഈ പ്രക്ഷോഭം വെറുമൊരു പ്രതിഷേധം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു സർക്കാരിനെ താഴെ ഇറക്കുകയും രാജ്യത്തിന്റെ അധികാര ഘടനയെ തന്നെ ഉടച്ചു വാർക്കുകയും ചെയ്ത ഒരു വിപ്ലവമായിരുന്നു. പ്രക്ഷോഭത്തിന്റെ ശക്തിയിൽ നിലവിലെ സർക്കാർ താഴെ വീണപ്പോൾ അധികാരം ചിന്നിച്ചിതറിയ അവസ്ഥയിലായി. ഇത് നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ ഒന്നല്ല. ദുർബലമായ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ ഒരു അധികാര ശൂന്യത ഉണ്ടാകുന്നത് കൂടുതൽ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയിലേക്ക് നയിച്ചേക്കാം. പുതിയ ക്യാബിനറ്റിൽ ഇടം നേടുന്നതിനായുള്ള കക്ഷി ബഹളവും കലശലായി. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ പരസ്പരം മത്സരിക്കുന്നു. പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എടുത്ത നിലപാടുകൾ നിർണായകമായിരുന്നു. രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട സൈന്യത്തിന് മുന്നിൽ അദ്ദേഹം ഒട്ടും പതറാതെ ഉറച്ചു നിന്നു. അദ്ദേഹത്തിന്റെ നിലപാട് ജനാധിപത്യപരമായ സംവിധാനത്തിന്റെ തുടർച്ച ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ആത്മവിശ്വാസം നൽകി. സൈന്യത്തിന് വഴങ്ങാതിരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ധൈര്യത്തെ പലരും അഭിനന്ദിച്ചു. സാധാരണയായി സൈന്യം രാജവാഴ്ചയ്ക്ക് അനുകൂലമായ നിലപാടുകളാണ് സ്വീകരിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ജനവികാരം രാജവാഴ്ചയ്ക്ക് എതിരായിരുന്നു. ഉദ്യോഗസ്ഥ മേധാവിത്വമുള്ള അധികാര സംവിധാനവും യുവജന പ്രക്ഷോഭത്തിന്റെ തരംഗവും സൈന്യത്തിന്റെ നീക്കങ്ങൾക്ക് തടയിട്ടു. ഈ ജനവികാരം ഇല്ലായിരുന്നെങ്കിൽ സൈന്യം കൂടുതൽ ശക്തമായ നടപടികളിലേക്ക് നീങ്ങിയേനെ. എന്നാൽ യുവജന പ്രക്ഷോഭത്തിന്റെ ശക്തിയെ ഭയന്ന് സൈന്യത്തിന് ഒതുങ്ങേണ്ടി വന്നു.